നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നമ്മുടെ അന്തരീക്ഷം വളരെ ചൂട് കൂടുന്നു. അല്ലെങ്കിൽ തന്നെ ജലത്തിൻ്റെ ദൗർലഭ്യത ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വർഷമായിട്ടും ഈ മാറി മാറി ഭരണങ്ങൾ വന്നിട്ടും വളരെ പ്ലാനിങ്ങോടുകൂടി സാധിക്കാവുന്ന ഒരു കാര്യമാണ് കുടിവെള്ളം. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ പരസ്പരം ഇപ്പം നേരത്തെ ഭരണസമിതി ആയിരുന്നവർ ഇപ്പോൾ പ്രതിപക്ഷമാവും. അപ്പോഴവർ സമരം ചെയ്യും. അവർ ഭരണപക്ഷമാകുമ്പോഴും അന്നത്തെ ഭരണപക്ഷം പ്രതിപക്ഷമാവും. അവർ സമരം ചെയ്യും. ഇതൊരുമാതിരി കളിപ്പീര് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ അല്ലാതെ പഞ്ചായത്ത് തലത്തിൽ പോലും കുടിവെള്ളം എത്തിക്കാനുള്ള ശാസ്ത്രീയമായ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു പദ്ധതി നടപ്പിലാകുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് പൈസ കൊടുത്ത് വെള്ളം മേടിക്കുന്നവർക്കൊക്കെ വളരെ പ്രയാസമാണ്. കൊച്ചു കുടുംബങ്ങളും ഒരു കുടിവരക്കാരും ഒക്കെ വളരെ കഷ്ടപ്പെടുന്നവരാണ്. ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി മാത്രമല്ല ഒപ്പം നമ്മളും കുറച്ചുകൂടി സാമൂഹിക ബോധം കാണിക്കണം. പലരും ഈ കുടിവെള്ളത്തിൻ്റെ നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്നത് ഓസിട്ട് കിണറ്റിലേക്ക് അവരുടെ കിണർ റീചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ യഥാർത്ഥത്തിൽ എത്ര ആണെങ്കിലും അവർക്കൊന്നും പിന്നെ ഈ ഒരു വർഷത്തേക്കെങ്കിലും അവരെ അതിനകത്ത് ബാൻ ചെയ്യണം. അത്തരം കടുത്ത നടപടികൾ കാര്യത്തിൽ വന്നാൽ മാത്രമേ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ജനകീയത ഉണ്ടാവൂ. അങ്ങനെ അത്തരം ഒരു സംഭവം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കുണ്ടറ പഞ്ചായത്തിൽ 2 ദിവസം മുമ്പ് എല്ലാവരും വന്നു. LDF സമരം ചെയ്തു, CPI സമരം ചെയ്തു, മെമ്പർമാർ സമരം ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ ഇന്നലെയും കുടിവെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കുടിവെള്ളം മാത്രം എത്തിയില്ല. ഒരുപാട് പേര് പാത്രമായിട്ട് വീടിൻ്റെ മുമ്പിൽ കാത്തു നിന്നു. അതിനകത്തും പരിമിതികളുണ്ട്. കാരണം വലിയ വണ്ടി ചെല്ലുന്ന സ്ഥലത്ത് മാത്രമേ കുടിവെള്ളം വിട്ടു, ഉള്ളിലോട്ടുള്ള കൊച്ചു വീടുകൾ കിട്ടത്തില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങൾ മനുഷ്യപരമായ ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നാട്ടുപട്ടം വാർത്തകളിലേക്ക് പോകാം. അദാനി പിണറായി NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം മോദി രാജ്യത്തെ എല്ലാ കരാറുകളും അദാനിക്കാണെന്നും അതുപോലെ പിണറായിയുടെ കരാറുകളെല്ലാം നൽകുന്നത് തൊഴിലാളികൾ NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് S. ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ബിന്ദു കൃഷ്ണ, KC രാജൻ, K. ഷാനവാസ് ഖാൻ, സൂരജ് രവി, ജില്ലാ സെക്രട്ടറി R. ഗണേഷ് കുമാർ, PP ബേസിൽ, B. പ്രദീപ് കുമാർ, C. അനിൽ ബാബു, J. ശുഭ, രാജു D. പണിക്കർ, AL നിസാമുദ്ദീൻ, സുനിൽ ജോസ്, K. ബാബുരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു കോട്ടാത്തല അധ്യക്ഷത വഹിച്ചു. GS ഉമാശങ്കർ, K. പ്രദീപൻ, BL രാജേഷ് കുമാർ, PS രാഖേഷ്, PS വിനോദ് കുമാർ, C. ഷാജി, T. ഹരീഷ്, A. അജയ്, S. വിനോദ്, B. ലുബിന എന്നിവർ സംസാരിച്ചു. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു. M. സൈജു അലി അധ്യക്ഷത വഹിച്ചു. R. രാജേഷ് കുമാർ, കുരിപ്പള്ളി സലീം, KRV സഹജൻ, വാര്യത്ത് മോഹൻകുമാർ, S. ശ്രീഹരി, ഡോക്ടർ K. ഷിജു മാത്യു, ശ്രീരംഗം ജയകുമാർ, റെനി, R. അനിൽ, BR രതീഷ്, A. സന്തോഷ് കുമാർ, M. മനോജ് എന്നിവർ സംസാരിച്ചു. സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിൽ ഉദ്ഘാടനം ചെയ്തു. MR ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഷാരോൺ, അച്ഛൻകുഞ്ഞ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി S. ഉല്ലാസ് പ്രസിഡന്റ്, ബിനു കോട്ടാത്തല, B. ലുബിന, A. സൈജു അലി, R. രാജേഷ് കുമാർ, M. മനോജ് വൈസ് പ്രസിഡന്റുമാർ, R. ധനേഷ് കുമാർ സെക്രട്ടറി, MR ദിലീപ്, ഷാരോൺ, അച്ചൻകുഞ്ഞ്, വിമൽ കല്ലട, B. ഉല്ലാസ്, അരുൺകുമാർ ജോയിന്റ് സെക്രട്ടറിമാർ, B. അനിൽകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നരേന്ദ്രമോദിക്ക് അദാനിയാണെങ്കിൽ പിണറായി വിജയന് ഊരാളുകളാണ്. നരേന്ദ്രമോദി എല്ലാ കരാറുകളും ഗൗതം അദാനിക്ക് കൊടുക്കുന്നെങ്കിൽ പിണറായി വിജയൻ എല്ലാ കരാറുകളും ഊരാളുകളിന് കൊടുക്കുകയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഫൈസലിനെ ഞാനോടാണെന്ന് പറയുകയായിരുന്നു. അഴിമതികളെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ലോ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ മൊത്തം പ്രതികളെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുറ്റപത്രം കൊടുക്കാതെ സ്വാഭാവിക ജാമ്യം കിട്ടി അവരെ സംരക്ഷിച്ച് വെളിയിലിറക്കിയിട്ടാണ് പിണറായി വിജയൻ പുറത്തേക്ക് പോയത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയുണ്ട്. കോവിഡ് കാലത്ത് നടത്തിയ അഴിമതി എന്താണ്? മാറ്റമില്ല, കൂട്ടക്കെട്ടിക്കാരെ കാണിക്കുന്ന ചില ധാർമ്മികതകളുണ്ട്.
തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ മരണം വിട്ടു പോയാൽ അവിടെ പോക്കറ്റ് അടിക്കാൻ പാടില്ല. ആ പോക്കറ്റ് അടിക്കാനുള്ള ധാർമ്മികത പോലും ഇല്ലാതെയാണ് ഒരു ജനത അതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹാമാരിയുടെ മുമ്പിൽ പകച്ചു നിന്നപ്പോ അവർക്ക് വേണ്ടി വാങ്ങിച്ച PPE കിറ്റിലും ഗ്ലൗസിലും N95 മാസ്കിലും ആ മാസ്കിലും എല്ലാം അഴിമതി ഈ ശൈലജ ടീച്ചറും പിണറായി വിജയനും ചേർന്ന് നടത്തി ലോകായുക്തയിൽ കേസെടുക്കുക. ആ ലോകായുക്തയുടെ കേസ് കൊണ്ട് എന്താ ചെയ്തത്? ലോകായുക്ത നിയമം അമൽ ചെയ്തു, ഇല്ലേ? ലോകായുക്ത നിയമം അമൽ ചെയ്തു. കാരണം ലോകായുക്ത വിധിച്ചപ്പോഴാണ് ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അപ്പൊ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്ത് 2 കേസ് ലോകായുക്തയിലുണ്ട്. ഒന്ന്, എനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുത്തിയ ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രനാരുടെ ബാങ്കിലെ കടം എഴുതി തരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക ചെലവഴിച്ച് അദ്ദേഹത്തിന് സ്വകാര്യ ബാങ്കിലുണ്ടായിരുന്ന കടം സർക്കാർ എഴുതിത്തള്ളി. ആ കേസ് ലോകായുക്തയിലുണ്ട്. PPE കിറ്റും N95 മാസ്കും വാങ്ങിയ അഴിമതി ലോകായുക്തയിലുണ്ട്. നിങ്ങൾക്ക് അറിയണോ? ഞാൻ ഇതിന്റെ അന്വേഷണം അഴിമതി അന്വേഷണം മുന്നോട്ട് പോയി. ഈ N95 മാസ്ക് വാങ്ങിച്ച കമ്പനി, ആ കമ്പനിയുടെ അഡ്രസ്സുമായിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയപ്പോ N95 മാസ്ക് വാങ്ങിച്ച കമ്പനി എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കമ്പനി ഇല്ല. കഴക്കൂട്ടത്തുന്ന ഒരു പച്ചക്കറി കച്ചവടക്കാരന്റെ പേരിലാണ് ഈ N95 മാസ്ക് ലണ്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഇവരെ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി അതിന്റെ യഥാർത്ഥ ഉറവ് നോക്കി വരാനുള്ള പച്ചക്കറി. അപ്പൊ ഇതെല്ലാം ബിനാമികളായും അങ്ങനെ ഈ അഴിമതി നടത്തി വീടാണ് ഓട്ടവാഹന വകുപ്പിലിരിക്കുന്നത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കുടിവെള്ളം CPI പഞ്ചായത്ത് മാർച്ച് നടത്തി. രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് CPI കുണ്ടറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലോക്കൽ സെക്രട്ടറി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി R സേതുനാഥ് ഉദ്ഘാടനം ചെയ്തു. SD അഭിലാഷ്, ഷംനാൽ, R ഓമനക്കുട്ടമ്പിള്ള, ജെറോം, R വേണുഗോപാൽ, അദ്വൈത്, അനിൽ, ബൈജു കരീം, സാം ജോളി, മഹിളാമണി, ആഷിർ മുളക്കള എന്നിവർ സംസാരിച്ചു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. കുട്ടറ ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥയും വാട്ടർ അതോറിറ്റി അനാസ്ഥയ്ക്കും CPI കുട്ടറ ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th.
Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാര്യവേലിയിൽ പബ്ലിക് ലൈബ്രറിയിൽ നടത്തിയ കരിയർ ഗൈഡൻസ് ബോധവൽക്കരണം കരിയർ മാസ്റ്റർ മോട്ടിവേഷൻ സ്പീക്കറുമായ AK സന്തോഷ് ബേബി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് T രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുമേഷ് കൃഷ്ണൻ, K സുഗതൻ, അശ്വതി, അഭിജ, ബിജു, അഭിജയ, ഗൗരീനാഥ് എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. വെമുല ആക്ട് നടപ്പിലാക്കണം. കേരളത്തിൽ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്നും നിതിൻ രാജിൻ്റെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മാനേജ്മെൻറ്റിനെയും പ്രിൻസിപ്പലിനെയും പ്രതി ചേർക്കണമെന്നും കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് KPMS കുണ്ടറ യൂണിയൻ പള്ളിമുക്കൽ പ്രതിഷേധ ധർണ നടത്തി. സന്തോഷ് പാലത്തുംപാടൻ ഉദ്ഘാടനം ചെയ്തു. ഇളമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് തണ്ണിക്കോട്, ആനന്ദബാബു, സുനിൽ രാജ്, ലൈജു, ഓമനക്കുട്ടൻ, ദിവാകരൻ, സരസ്വതി, ഉഷ, രജിമോൾ, സുലജ, വിക്രമൻ എന്നിവർ സംസാരിച്ചു. B. സാംബശിവൻ അനുസ്മരണം നടത്തി. കഥാപ്രസംഗ സമ്രാട്ട് B. സാംബശിവനെ നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ അനുസ്മരിച്ചു. വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു. കാഥികൻ പുളിമാത്ത് ശ്രീകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. പള്ളിമൺ MB ദേവൻ കലാഗ്രാമം ട്രഷറർ പ്രകാശ് വിലങ്ങറ, സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി S. അനിൽകുമാർ, കാഥികൻ നരിക്കൽ രാജീവ്, സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ഹർത്താൽ പ്രചാരണം നടത്തി. 28-ന് ദളിത് ആദിവാസി സംഘടനകൾ നടത്തുന്ന കേരള ഹർത്താൽ വിജയിപ്പിക്കാൻ മുളബനയിൽ ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തകർ പ്രചാരണം നടത്തി. കഠിനാംബയ്യ, പരിഹാരക്കോട് ഉന്നതിയിലെ ഭവനങ്ങൾ സന്ദർശനം നടത്തുകയും കുണ്ട്ര പഞ്ചായത്തിലെ വിവിധ ഉന്നതികളിലും ജംഗ്ഷനുകളിലും പോസ്റ്റർ പ്രചരണവും നടത്തി. കുണ്ട്ര ഗ്രാമപഞ്ചായത്ത് അംഗം സരിനി അനിൽ, PS സജിമോൻ, G. അനിൽകുമാർ, S. സുജയ്കുമാർ, മിനി ലക്ഷ്മണൻ, D. ദിലീപ്, K. സോമൻ, ശാന്തകുമാരി എന്നിവർ നേതൃത്വം നൽകി. കുട്ടിപ്പൂരം. മുളവന ചൊക്കംകുഴി യുവശക്തി ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് കുട്ടിപ്പൂരം മെയ് 1 മുതൽ 3 വരെ തീയതികൾ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് M. യേശുദാസൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ലഹരിയും സമൂഹവും എന്ന വിഷയത്തിൽ കൊട്ടാരക്കര DCRB SI ആഷിഖ് കോവൂരും തുടർന്ന് S. സുദേവനും ക്ലാസ് എടുക്കും. ശനിയാഴ്ച 3-ന് കവയത്രി ഫില്ലീസ് ജോസഫും ജോഷുവ മാർട്ടിനും ക്ലാസ് എടുക്കും. ഞായറാഴ്ച 3-ന് നടക്കുന്ന സമാപന സമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 28 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ ആ സിനിമകളൊക്കെ ഒന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ. നാളെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകൾ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.